മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അതിശക്തമായ തെളിവുകളുമായി ഇഡി. രേഖകൾ ഇല്ലാതെയും വീണ CMRL നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് കണ്ടെത്തൽ. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. അതേസമയം CMRL കള്ളപ്പണം വെളുപ്പിക്കലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്ന് ഇഡി വ്യക്തമാക്കുന്നുണ്ട്. 15 വർഷത്തിനിടയിൽ 182 കോടിയുടെ ക്രമക്കേട് ശശിധരൻ കർത്ത നടത്തിയെന്നും ഇഡി പറയുന്നു. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിജീഷ്, ഇത് വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇഡിക്ക് ഇപ്പോൾ എന്തൊക്കെ കൂടുതൽ തെളിവുകളാണ് ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്? ഗൗതം, രാഗി, ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അച്ഛനും മകളും ഒരുപോലെ തന്നെ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു. നേരത്തെ പിണറായി വിജയന്റെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന അത്തരമൊരു നടപടി ഇഡി ആരംഭിച്ചതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് വീണ ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിയത്? വീണ തട്ടിപ്പ് നടത്തിയിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമായി. അത് സംബന്ധിച്ച് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ തട്ടിപ്പിന്റെ രീതിയാണ് ഇപ്പോൾ വരുന്നത്. ആ ഇൻവോയ്സുകൾ ഇല്ലാതെ തന്നെ പണം കൈപ്പറ്റുകയായിരുന്നു വീണ ചെയ്തിരുന്നത്. അങ്ങനെ യാതൊരു തരത്തിലുള്ള രേഖയും തനിക്ക് പണം എത്തുന്നതുമായി ബന്ധപ്പെട്ട് പാടില്ല എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയായിരുന്നു വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ. അവിടെ തന്നെയാണ് വീണയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയുള്ള ദുരൂഹതകൾ. ഇൻവോയ്സ് ഇല്ലാതെയും വീണ CMRL നിന്ന് ലക്ഷങ്ങളാണ് കൈപ്പറ്റിയത് എന്നതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തന്നെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്രമക്കേടാണ് വീണ കാണിച്ചത്. മാത്രമല്ല, തന്റെ ഐഫോൺ ഉപയോഗിച്ച് വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കിയതിന്റെ വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷം രൂപയാണ് വീണ ഇത്തരത്തിൽ ഇൻവോയ്സ് ഇല്ലാതെ കൈപ്പറ്റിയത്. കാരണം വീണയെ സംബന്ധിച്ചിടത്തോളം ആ പണത്തിനൊന്നും തന്നെ യാതൊരു തെളിവും, പിന്നീട് ഒരു അന്വേഷണം അല്ലെങ്കിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധനകളോ ഒന്നും തന്നെ വന്നു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ഇടപാടുകൾ അറിയാൻ പാടില്ല. അത്തരമൊരു ലക്ഷ്യം വീണയ്ക്കാണെങ്കിലും ഒപ്പം തന്നെ CMRLുമുണ്ട്. തങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ കണക്കുകൾ പുറത്തേക്ക് പോകരുതെന്നും വാങ്ങുന്ന പണത്തിന്റെ കണക്കുകൾ അറിയരുതെന്ന കാര്യം വീണയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു. ആ രണ്ട് നിർബന്ധങ്ങളും നടക്കുന്ന രീതിയിലാണ് വീണ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയത്. ചരക്ക് നീക്കത്തിന്റെ ചെലവിൽ എന്ന പേരിലാണ്, ഈ ട്രാൻസ്പോർട്ടേഷൻ ചെലവെന്ന പേരിലാണ് CMRL തട്ടിപ്പ് നടത്തിയത്. ഒരു ഭാഗത്ത് വീണയുടെ തട്ടിപ്പുകളാണ് ഇൻവോയ്സുകളായി പുറത്തു വരുന്നത് എങ്കിൽ ഒപ്പം തന്നെ CMRLും സാമ്പത്തിക ഇടപാടുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നത് ചില ആളുകൾക്ക്, ചില കരാറുകാർക്ക് പണം അങ്ങോട്ടേക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത്. പല ആവശ്യങ്ങൾക്കെന്ന പേരിൽ പണം കൈമാറും. ആ പണം പിന്നീട് അധികം വൈകാതെ തന്നെ ഈ CMRLിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ കണക്കുകളിൽ കാണിക്കുമ്പോൾ ആ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതായി കാണിക്കും. സ്വാഭാവികമായും പരിശോധനകൾ വരുമ്പോൾ അത് ആദായനികുതി വകുപ്പിന്റെ അടക്കമുള്ള അവർ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം തന്നെ പണം പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ പുറത്തേക്ക് പോയ പണം തിരിച്ചു വരുന്നു. അതിന് ചില കമ്മീഷൻ ഇടപാടുകളായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ പണം കൈപ്പറ്റുകയും അത് തിരിച്ചു നൽകുകയും ചെയ്യുന്നവർക്ക് 7% വരെ കമ്മീഷനായിരുന്നു ഈ CMRL നൽകുകയും ചെയ്തത്. അങ്ങനെ തട്ടിപ്പിന്റെ വ്യാപ്തി ഏറ്റവും വലുതാണ്. അത് CMRLാണെങ്കിലും വീണയാണെങ്കിലും എല്ലാം തന്നെ നടത്തുന്ന തട്ടിപ്പിന്റെ വ്യാപ്തി ഏറ്റവും വലുതാണ് എന്ന് തന്നെയാണ്. മകൾക്കും ഒപ്പം തന്നെ അച്ഛനും കുരുക്ക് മുറുകുകയാണ്. ഇഡിക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിണറായിക്കെതിരെ കർത്തയുടെ ഒരു മൊഴിയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ തന്നെ വിശദമായ ഒരു പരിശോധന നടത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ പിണറായി ചോദ്യ മുനിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.